24 മണിക്കൂറിനകം റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞിറങ്ങി പുറപ്പെട്ട ട്രംപ് എങ്ങും എത്തിയില്ല. ഒടുവിൽ നിരാശാഭരിതനായ ട്രംപ് തുറന്നു പറഞ്ഞു, അയാൾ ഞാൻ കരുതിയതുപോലെ അല്ല എന്ന്. ഇപ്പോഴിതാ പുതിയൊരു വാർത്ത എത്തുന്നു. ഉക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കുകയാണ് അമേരിക്ക. പുടിൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, തനിക്കെതിരെ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ താൻ വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്ന്. ഇപ്പോഴേതാണ്ട് സമാനമായ സാഹചര്യം. ഉക്രൈനിലേക്ക് നാറ്റോ രാജ്യങ്ങളുടെ സഹായത്തോടെ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും അമേരിക്ക അയച്ചു തുടങ്ങിയിരിക്കുന്നു. അതവിടെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇത് ആദ്യ ഗഡുവാണ് എന്നാണ് ഉക്രൈൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗ്രിഗോറി ടൈഹി പറയുന്നത്. ഇത് കൂടുതൽ യുദ്ധം രൂക്ഷമാകും എന്നാണ് ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത്. അതായത് ഇപ്പോൾ റഷ്യയുടെ ഒരു മുന്നൊരുക്കം ഒരു വലിയ മഹായുദ്ധത്തിനുള്ളൊരു മുന്നൊരുക്കമാണ് എന്ന് അമേരിക്ക കരുതുന്നു. അതിനു മുമ്പ് ഉക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുക, ഇത് നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയൊക്കെ സഹായത്തോട് എത്തുമ്പോൾ അവരെല്ലാം അണിചേർന്ന് യുദ്ധമുഖത്തേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ആദ്യമായിട്ടാണ് അമേരിക്ക തുറന്നു സമ്മതിക്കുന്നത് തങ്ങൾ ആയുധം ഉക്രൈനിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത്. ഇത് അനുസ്യൂതം തുടരാൻ തന്നെയാണ് അമേരിക്കയുടെ നീക്കവും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ താരിഫ് ഇന്ത്യക്കെതിരെയൊക്കെ ഉയർത്തിയതുകൊണ്ടൊന്നും ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. ഇന്ത്യയിൽ പോലും അത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിയാൽ കൂടുതൽ ദുഷ്കരമാകും ഈ മേഖലയിലെ സമാധാനം എന്ന തിരിച്ചറിവിലാണ് ട്രംപ് ഇപ്പോൾ ആയുധം തന്നെ നീക്കി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് കളമൊരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.